ശോഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. 14 കേരള നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലൂടെ അരൂരിൽ നിന്ന് ശ്രീമതി ഷാനിമോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിൽ വ്യക്തിത്വം തെളിയിച്ച മഹനീയ വനിതയാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെയും കാര്യക്ഷമതയോടെയും നിർവഹിക്കാൻ ശ്രീമതി ഷാനിമോൾക്ക് സാധിക്കട്ടെ എന്ന് ചെയർ ആശംസിക്കുന്നു. നമ്മളൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒരു ബ്രേക്കുണ്ട്. അതിനുശേഷം സഭ വീണ്ടും സമ്മേളിക്കുന്നതാണ്. 16ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഷാനിമോൾ ഉസ്മാൻ മത്സരിച്ചത്. ഷാനിമോൾ ഉസ്മാനെയാണ് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ഈ ഒരു പദവിയിലേക്ക് എത്തുന്നത്. ഷാനിമോൾ ഉസ്മാനാണ് ആ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ഒപ്പം 99 വോട്ടോടുകൂടിയാണ് ഷാനിമോൾ ഉസ്മാന് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായത്. അതുപോലെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് മോഹസിന് 34 വോട്ടാണ് ലഭിച്ചിട്ടുള്ളത്. സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ ഡെപ്യൂട്ടി സ്പീക്കറായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഷാനിമോൾ ഉസ്മാന്റെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 99 വോട്ടോടുകൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കറായി നിയമസഭയിൽ, അതും 16 കേരള നിയമസഭയിലേക്ക് ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പതിനാറാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് ഷാനിമോൾ ഉസ്മാൻ മത്സരിച്ചത്. 99 വോട്ടോടുകൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ ഈ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 16ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ. അരൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭാ അംഗമായാണ് ഷാനിമോൾ ഉസ്മാൻ വിജയിച്ചു വന്നത്. ഇപ്പോഴിതാ 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി സ്ഥാനം ഏറ്റുകഴിഞ്ഞു. കേരളത്തിൽ നിന്നും AICC സെക്രട്ടറിയായ ആദ്യ വനിത കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. 2019 മുതൽ 2021 വരെ അരൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗമൊക്കെയായിരുന്നു. എന്തായാലും 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, അങ്ങനെ ഷാനിമോൾ ഉസ്മാനെ 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 99 വോട്ടോടുകൂടി തന്നെയാണ് ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. 99 വോട്ടുകളാണ് ഷാനിമോൾക്ക് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥിക്ക് ആയ മുഹമ്മദ് മുഹ്സിന് ലഭിച്ചത് 34 വോട്ടുകളാണ്. 4 പേരാണ് ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്താതിരുന്നത്. അതിലൊരാൾ സ്പീക്കറായിരുന്നു. സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഷാനിമോൾ ഉസ്മാനെ 99 വോട്ടുകളുടെ വലിയൊരു ഭൂരിപക്ഷത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ സ്ഥാനത്തേക്ക് ഷാനിമോൾ ഉസ്മാൻ എത്തിയിരിക്കുകയാണ്. കൂടാതെ BJP MLA-മാർ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല എന്നതും മറ്റൊരു പ്രധാന കാര്യമാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്തി വോട്ടെടുപ്പിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ മത്സര സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. കൂടാതെ തന്നെ അവർ ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നില്ല. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ 4ാമത് വനിതാ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടാണ് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് 39 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ
ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് മറ്റു 3 പേരാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഇത്തരത്തിൽ എത്തിയിരുന്നത്. അങ്ങനെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി വരുന്നത് അടിയന്തര പ്രമേയമാണ്. പ്രതിപക്ഷം വി.ഡി. സതീശൻ സർക്കാരിനെതിരെ ആദ്യ അടിയന്തര പ്രമേയം ഇന്ന് സഭയിൽ ഉന്നയിക്കും. വിലക്കയറ്റം ഉന്നയിച്ചാണ് ഇത്തരത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുക. പാചകവാതക സിലിണ്ടറുകളുടെ വിലക്കയറ്റത്തിൽ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചില്ല, മറ്റ് വിലക്കയറ്റങ്ങളിൽ സംസ്ഥാന സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. മുൻ ധനമന്ത്രി D.N. ബാലഗോപാൽ ആയിരിക്കും ഇത്തരത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപർണ, ഈ നിയമസഭയിലെ അടുത്ത നടപടികളൊക്കെ എന്തൊക്കെയായിരിക്കും? നന്ദി പ്രമേയ ചർച്ചയൊക്കെ എപ്പോഴാണ് ആരംഭിക്കുക? പതിനാറാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. UDFന്റെ സ്ഥാനാർത്ഥിയാണ്. ഭൂരിപക്ഷം ഏറ്റവും കൂടുതലും ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു ഉള്ളത്. അതുകൊണ്ട് തന്നെ ഷാനിമോൾ ഉസ്മാൻ തന്നെ തിരഞ്ഞെടുക്കുമെന്ന് തന്നെ നേരത്തെ തന്നെ നമുക്കറിയാൻ വരുന്നത്. എന്തായാലും 99 വോട്ടോടുകൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. 34 വോട്ടാണ് LDFന്റെ സ്ഥാനാർത്ഥി മുഹമ്മദ് മോഹസിന് ലഭ്യമായിട്ടുള്ളത്. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിക്ക് ഉണ്ട്. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ ഒരു പേര് പ്രഖ്യാപിച്ചത്. ഷാനിമോൾ ഉസ്മാനാണ് ഡെപ്യൂട്ടി സ്പീക്കർ എന്നൊരു പേര് പ്രഖ്യാപിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബി ജെ പി MLA-മാരും ഇത്തരത്തിൽ വോട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് BJP സ്ഥാനാർത്ഥികളും മത്സരത്തിനുണ്ടായിരുന്നില്ല. സ്പീക്കർ പദവിയിലേക്ക് ഇവർ മത്സരിച്ചിരുന്നു. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് നിന്നും ഇവർ വിട്ടുനിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ വോട്ടെടുപ്പിൽ നിന്നും ഇവർ വിട്ടുനിൽക്കുകയായിരുന്നു. എന്തായാലും LDFന്റെ സ്ഥാനാർത്ഥി മുഹമ്മദ് മോഹസിനും ഷാനിമോൾ ഉസ്മാനുമായിരുന്നു മത്സരിച്ചിരുന്നത്. ഇതിൽ 99 വോട്ടോടുകൂടി 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുത്തു. മറ്റു വാർത്തകളിലേക്കാണ്. ഇടുക്കി കൊളുക്കുമലയിൽ കൊക്കയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ചെന്നൈ അഭിരാമപുരം സ്വദേശി N. രാവിനേഷാണ് മരിച്ചത്. ആത്മഹത്യയാണോ എന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു. യുവാവ് ഓടിപ്പോയി കൊക്കയിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു എന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു.